ബലാത്സംഗ കേസുകളുമായി ആശ്വാസവിധി എത്തിയതോടെ രാഹുൽ മാങ്കൂട്ടത്തിൽ നാളെ പാലക്കാട് എത്താൻ സാധ്യതയുണ്ട് എന്നുള്ള സൂചനകൾ വരികയാണ്. പാലക്കാട് നഗരസഭയിലെ കുന്നത്തൂർമേട് സെന്റ് സെബാസ്റ്റ്യൻ സ്കൂളിൽ രാഹുൽ വോട്ട് ചെയ്തേക്കുമെന്നുള്ള സൂചനകളാണ് വരുന്നത്. അജിത് ബാബു പറഞ്ഞു തരും വിശദാംശങ്ങൾ. അജിത്ത്, അപ്പോൾ നാളെ പ്രത്യക്ഷപ്പെടാനുള്ള സാധ്യതകൾ ഏറെയാണ്. എങ്ങനെയാണ് ഇപ്പോഴത്തെ ഒരു സൂചനകൾ ലഭിക്കുന്നത്? സ്വാഭാവികമായും വളരെ പ്രധാനപ്പെട്ടതാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ അങ്ങനെ അത്തരത്തിൽ എത്തുകയാണെങ്കിൽ സ്വാഭാവികമായും ഒരുപാട് ചോദ്യങ്ങൾക്ക് ഉൾപ്പെടെ മറുപടി പറയേണ്ടി വരും. കാരണം ഒളിവിൽ പോയതിനു ശേഷം ഇതുവരെ രാഹുൽ മാങ്കൂട്ടത്തിനെ കുറിച്ച് വിവരങ്ങളൊന്നുമില്ല. രാഹുൽ അപ്പോൾ സ്വാഭാവികമായും കോടതിയിൽ ഉൾപ്പെടെ പറഞ്ഞത് താൻ ഒളിവിലല്ല എന്നുൾപ്പെടെയാണ് രാഹുലിന്റെ അഭിഭാഷകൻ ഉൾപ്പെടെ കോടതിയിൽ പറഞ്ഞത്. അത് സാധൂകരിക്കാൻ കഴിയുന്ന രീതിയിൽ ഇത്തരത്തിൽ പാലക്കാട് എത്തി വോട്ട് ചെയ്യുകയാണെങ്കിൽ സ്വാഭാവികമായും അത്തരത്തിൽ ഒളിവിലല്ലായിരുന്നു, വോട്ട് ചെയ്തെന്ന് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഈ കോടതിയിൽ ഉൾപ്പെടെ പറയാനും കഴിയും. രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഉള്ളത്. അപ്പോൾ പ്രധാന ചോദ്യം ഉയർന്നത് SIT ഉൾപ്പെടെയുള്ള സംഘങ്ങൾ രാഹുലിനെയായി അന്വേഷണം നടത്തിയിട്ട് എന്തുകൊണ്ട് കണ്ടെത്തിയില്ല എന്ന പ്രധാനപ്പെട്ട വിമർശനം അടക്കം ഉയർന്നു കഴിയും. ഈ വിമർശനം ഇതിനോടകം തന്നെ BJP ഉൾപ്പെടെ ഉന്നയിച്ചു കഴിയുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും ആ വിമർശനങ്ങൾക്ക് വലിയ പ്രാധാന്യം അർഹിക്കുന്നുണ്ട്. മാത്രമല്ല രാഹുൽ ഇതിന് ശേഷം എന്താണ് പ്രതികരിക്കുക എന്നുൾപ്പെടുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം അങ്ങനെ എത്തിക്കഴിഞ്ഞാൽ രണ്ട് ചോദ്യങ്ങൾ രാഹുലിനോട് ഉണ്ടാകും. ഒന്ന്, നേതൃത്വം പൂർണ്ണമായും തള്ളിപ്പറഞ്ഞിരിക്കുന്നു രാഹുലിനൊപ്പം നിന്ന ആളുകൾ പോലും രാഹുലിനെ തള്ളിപ്പറയുന്ന പശ്ചാത്തലമാണ് ഉണ്ടായത്. കാരണം അവസാന ഘട്ടത്തിലേക്ക് എത്തിയപ്പോൾ രാഹുലിനെ രക്ഷിച്ചു നിർത്താൻ കഴിയില്ല എന്ന് മനസ്സിലായതോടുകൂടിയാണ് രാഹുലിനൊപ്പം നിൽക്കുന്ന ആളുകൾ കൈവിടുന്ന പശ്ചാത്തലം ഉണ്ടായത്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും രാഹുൽ എത്തുമ്പോൾ ഈ പുറത്താക്കൽ നടപടിയെക്കുറിച്ചുള്ള പ്രതികരണങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉണ്ടാവും. രണ്ട്, ഈ രാഹുലിനെ ഇത്തരത്തിൽ ആരാധിക്കുന്നവർ, രാഹുലിനൊപ്പം നിൽക്കുന്ന ആളുകൾ ഇപ്പോഴും പാലക്കാട് ജില്ലയിലുണ്ട്. അവരിത്തരത്തിൽ രാഹുലിനെ സ്വീകരിക്കാനോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾക്ക് രാഹുലിനൊപ്പം നിൽക്കാനോ എത്തുമോ എന്നുൾപ്പെടെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. കോൺഗ്രസിന്റെ ഭാഗമായിട്ട് നിൽക്കുന്ന ആളുകളാണെങ്കിൽ അത് കോൺഗ്രസിന് തന്നെ പ്രതിസന്ധി ഉണ്ടാക്കുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ മാറും. രാഹുൽ എത്തിയാൽ നാളെ ഉറപ്പായും അത് വലിയ തരത്തിലുള്ള ചർച്ചയാകും. കോൺഗ്രസ് ഇപ്പോൾ ഈ പ്രശ്നവുമായി ബന്ധപ്പെട്ടിട്ട് താങ്കൾ നടപടിയെടുത്ത് മാറ്റി നിർത്തിയിരിക്കുകയാണെന്ന് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പറയുന്നുണ്ടെങ്കിലും രാഹുൽ എത്തുമ്പോൾ കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട ഏതെങ്കിലും നേതാക്കൾ ഉൾപ്പെടെ എത്തിക്കഴിഞ്ഞാൽ അത് നിർണായകമായ ചോദ്യമാകും. നേരത്തെ ആദ്യമായി ഈ പത്തനംതിട്ടയിൽ നിന്ന് പാലക്കാട് എത്തിയപ്പോൾ കോൺഗ്രസിന്റെ KSUവിന്റെ ജില്ലാ പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവർ രാഹുലിന്റെ ഒപ്പം ഉണ്ടായിരുന്നു. അവരിപ്പോൾ ആ ആളുകളൊക്കെ ഇപ്പോൾ സ്ഥാനാർത്ഥികളായി മത്സരിക്കുന്നുണ്ട്. അവരുൾപ്പെടെ രാഹുലിനെ കാണാൻ എത്തുമോ എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ടതാണ്. അങ്ങനെ രാഹുൽ എത്തിയാൽ സ്വാഭാവികമായും അതിന്റെ പാലക്കാട് നാളെ ശ്രദ്ധാകേന്ദ്രമാകും. ഒരുപാട് ചോദ്യങ്ങൾക്ക് രാഹുൽ മറുപടി പറയേണ്ടി വരും. അതിനോടൊപ്പം തന്നെ ഈ കോൺഗ്രസ് നേതൃത്വം അതിനോട് എങ്ങനെ പ്രതികരിക്കുന്നു എന്നുൾപ്പെടെയുള്ള കാര്യങ്ങളും പ്രധാനപ്പെട്ടതാണ്. സംഗീത സക്കറിയ. തീർച്ചയായും അജിത്ത്, അങ്ങനെ പല കാര്യങ്ങളിൽ ഉദ്വേഗം നിലനിൽക്കുകയാണ് പാലക്കാട് നിന്ന് എന്നുള്ളതാണ്. അജിത് ബാബുവാണ് വിവരങ്ങൾ പങ്കുവച്ചത്.